ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. ഞാൻ ലവ്ലി ഷാജി, യോഗ ട്രെയിനർ ആൻഡ് നാഷണൽ യോഗ റെഫറി. ഇന്നൊരു മുദ്രയെക്കുറിച്ചാണ് പറയുന്നത്. വജ്രമുദ്ര എന്ന് പറയും. വജ്രമുദ്ര അല്ലെങ്കിൽ തണ്ടർ ബോൾട്ട് മുദ്ര എന്നൊക്കെ പറയും. വജ്രാസനം, തണ്ടർ ബോൾട്ട് പോസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇതുപോലെ തന്നെ വജ്രമുദ്ര. ഈ മുദ്രയും നമ്മുടെ പ്രധാനപ്പെട്ട നാഡികളിലൊന്നായ വജ്രനാഡിയെ ആക്ടിവേറ്റ് ചെയ്യുന്ന മുദ്രയാണ്. ഈ മുദ്രയുടെ പ്രധാന പ്രയോജനം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ കുട്ടികൾക്ക് ഈ പരീക്ഷയെക്കുറിച്ചുള്ള ടെൻഷൻ കണ്ട ഇതൊക്കെ ഉണ്ടല്ലോ, ആ സമയമാകുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്, പഠിക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ ഈ മുദ്ര അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മുദ്ര കൂടുതൽ സമയം ചെയ്യരുത്. അതായത് ഒരു 2-3 മിനിറ്റ് മാത്രം ഈ മുദ്ര ചെയ്യുക. അങ്ങനെ 3 പ്രാവശ്യമായിട്ട്, മാക്സിമം ഒരു 10 മിനിറ്റ് കൂടുതൽ ഒരു ദിവസം ഈ മുദ്ര ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പം ചില കുട്ടികൾക്കൊക്കെ ഉണ്ടാവുമല്ലോ പെട്ടെന്ന് തലകറക്കം. കുട്ടികളല്ല, ആർക്കാണെങ്കിലും തലകറങ്ങുക, മയങ്ങി വീഴുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം. അത് ചിലപ്പോൾ ഈ ബ്ലഡ് സർക്കുലേഷൻ്റെ കുറവോ കൂടുതലോ ഒക്കെ ആയിരിക്കാം. അപ്പം അതിനെ ഒന്ന് റെഗുലറൈസ് ചെയ്യാൻ ഈ മുദ്ര ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ ലോ BPക്കാർക്ക്, ലോ പ്രഷറുള്ള ആൾക്കാർക്ക് ഈ മുദ്ര വളരെ പ്രയോജനം ചെയ്യും. കാരണം ഇത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ സഹായിക്കുന്ന മുദ്രയാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാം, പക്ഷേ ഒത്തിരി പ്രയോജനമുള്ളതാണ്. അപ്പം പല മുദ്രകളും ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുദ്രയുടെ ഒരു പ്രാധാന്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എങ്കിലും ആ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി പറയാം. നമ്മുടെ കയ്യിലെ ഓരോ വിരലുകളും ഓരോ തത്വങ്ങളെ സൂചിപ്പിക്കുന്നു, പഞ്ചഭൂതങ്ങളെ സൂചിപ്പിക്കുന്നു. അതിൽ ഓരോന്നും തള്ളവിരല് അഗ്നി എന്ന് പറയുന്ന തത്വത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ ചൂണ്ടുവിരല് വായു, ഇത് നടുവിരൽ എന്ന് പറയുന്നത് ആകാശ തത്വം, അതായത് സ്പേസ് എലമെന്റിനെ സൂചിപ്പിക്കുന്നു. മോതിരവിരൽ എന്ന് പറയുന്നത് പൃഥ്വി, ഭൂമിയെ സൂചിപ്പിക്കുന്നു. ഇന്ന് ചെറുവിരല് ജലതത്വം, വാട്ടർ എലമെന്റിനെ സൂചിപ്പിക്കുന്നു. അപ്പം ഈ പ്രകൃതി പോലെ തന്നെ നമ്മുടെ ശരീരവും പഞ്ചഭൂത നിർമ്മിതമാണ് എന്നതാണ് മുദ്രാശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം. ഈ തത്വങ്ങളുടെ അനുപാതം നമ്മുടെ ബോഡിയിൽ ശരിയാകാതെ വരുമ്പോഴാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം ചില പ്രത്യേക രീതിയിൽ വിരലുകൾ തമ്മിൽ ഓരോ മുദ്ര ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു എനർജി ഫ്ലോ സാധ്യമാകുന്നു. അപ്പം ഈ തത്വങ്ങളുടെ അനുപാതം ശരിയായി നമ്മളുടെ ശരീരം ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ മുദ്ര വജ്രമുദ്ര എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. വളരെ സിമ്പിള്. നമ്മുടെ ആദ്യത്തെ 3 വിരലുകളും മടക്കിയിട്ട് തള്ളവിരലിൻ്റെ ടിപ്പ് അതിനോട് ചേർക്കുക. എയർ എലമെന്റ്, വായു എലമെന്റിനെ സൂചിപ്പിക്കുന്ന ഈ ചൂണ്ടുവിരൽ ഉയർന്നു നിൽക്കുക. വായു എലമെന്റ് ഉയർന്നു നിൽക്കുന്നു. അതുപോലെ തന്നെ 2 കൈയിലും മുദ്രകൾ അനുഷ്ഠിക്കുമ്പോൾ 2 കൈയിലും പിടിക്കണം. അതുപോലെ പറഞ്ഞു, ഈ മുദ്ര ഒരു 2 അല്ലെങ്കിൽ 3 മിനിറ്റ് കൂടുതൽ ഒരു തവണ ചെയ്യണ്ട. എന്നിട്ട് 3 നേരമായിട്ട് നിങ്ങൾ ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ചെയ്തിട്ട് മാക്സിമം ഒരു 10 മിനിറ്റ് കൂടുതൽ ഈ മുദ്ര നിങ്ങൾ ചെയ്യണ്ട. അങ്ങനെ ധ്യാനാസനത്തിലിരുന്ന് കണ്ണുകളടച്ച് ഈ മുദ്രയിൽ ഒരു 2 മിനിറ്റൊക്കെ ചെയ്യുക. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ. ഈ 3 വിരലുകളിൽ മടക്കിയിട്ട് തള്ളവിരലിൻ്റെ ടിപ്പ് ഇതിനോട് ചേർക്കുന്നു. അപ്പോൾ ഒരു ചെറിയ പ്രഷർ കൊടുക്കേണ്ടത് ഈ 2 വിരലുകളുടെ ടിപ്പിലാണ്. അതായത് നമ്മുടെ മോതിരവിരലും നടുവിരലിനും ആണ് ഒരു ചെറിയ പ്രഷർ കൊടുക്കേണ്ടത്. മറ്റേ വിരൽ സ്ലൈറ്റ് ആയിട്ടൊന്ന് യോജിപ്പിക്കുക. ഈ വിരൽ ഉയർന്നു നിൽക്കുക. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ. വളരെ സിമ്പിളാണ്, വളരെ പ്രയോജനമുള്ള മുദ്രയാണ് വജ്രമുദ്ര. അപ്പോൾ എല്ലാ തവണയും ഞാൻ പറയുന്ന പോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്കും ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എല്ലാവരും മനസ്സിലാക്കട്ടെ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ചിന്തൻ.